നമസ്കാരം. നമ്മുടെ നല്ല നാടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി തുടങ്ങുന്ന ഒരു പുലരിയാണ് പത്രത്തോടു കൂടിയുള്ള ഒരു പുലരി, അല്ലേ? ഈ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമാണ്, അല്ലെ? ചരിത്രം ആണ് പത്രത്തിൽ നിറയുന്നത്. ഇന്നത്തെ കഥയാണ്, ഇന്നത്തെ വാർത്തകളാണ് നാളെ ചരിത്രമായിട്ട് മാറുന്നത്. അപ്പോൾ ചരിത്രമാകുമ്പോൾ വലിയ അധികം പ്രാതിനിധ്യം നമ്മുടെ പത്രങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? പത്രങ്ങൾ എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങളായ ഒട്ടേറെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഒട്ടേറെ പത്രങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ വാർത്തകൾക്ക് ഒരു കാര്യമുണ്ട്, സത്യമായ വാർത്ത ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ നിറയുന്ന പത്രങ്ങൾ 180-ലേറെ പത്രങ്ങൾ, വൈവിധ്യങ്ങളായ പത്രങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന, വർഷങ്ങളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സൂക്ഷിപ്പുകാരനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം. എത്ര നാളായി ഇതൊരു ക്രൈസായി തുടങ്ങിയിട്ട്? ക്രൈസായിട്ട് തുടങ്ങി 2010 ഇതിന് ആരംഭം കുറിക്കുന്നത്. 2010 ഏകദേശം 5-6 വർഷമായുള്ളൂ. ഞാൻ പത്രം വാങ്ങിക്കുന്നൊന്നും കളയല്ല, നശിപ്പിച്ച് കളയല്ല. 2001 മുതലുള്ള മലയാള ദിനപത്രങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ 1996 അതുപോലെ 1984 ഇലക്ഷനുകളിൽ എൻ്റെ അയൽവക്കത്ത് കൊണ്ടുവന്ന ആൾക്കാർ പത്രം കൊടുക്കും, എൻ്റെ വീട്ടിൽ കൊടുക്കാവോ എന്ന് ചോദിക്കും. അതായത് ഈ പത്രങ്ങൾ ഒന്നാമത് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം പത്രങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുകയാണ്. ആ പത്രങ്ങൾ ഞാൻ അവരുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ചെല്ലുമ്പോൾ ഈ പത്രം മുഴുവൻ ഞാൻ വായിച്ചു തീർത്തിരിക്കും. അതുപോലെ 1977 ഇന്ദിരാഗാന്ധിയും രാജ്നാരായൺ തമ്മിലൊരു തെരഞ്ഞെടുപ്പ് മത്സരം ഉണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മനോരമ ദിനപത്രത്തിന് ഇന്ദിരാഗാന്ധിയുടെ മുടി മുഴുവൻ അഴിച്ചിട്ട് രാജ്നാരായൺ ഒരു ചെറിയ തലയെക്കെട്ട് കെട്ടി മനോരമയുടെ ഒരു സൈഡിലിരിക്കുന്ന പടം എൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അല്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ വൈവിധ്യങ്ങളായ പത്രങ്ങൾ, അതായത് പത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 180ഓളം, കൂടുതലും ഏറിയ പങ്കും മലയാള പത്രങ്ങളാണ്, അല്ലേ? 99% മലയാള പത്രങ്ങളാണ്. അപ്പോൾ ആ പത്രങ്ങളുടെ കളക്ഷൻ ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിശയമായി തോന്നി. കാരണം പത്രങ്ങൾ എന്ന് പറയുന്നത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. എപ്പോൾ വേണമെങ്കിലും ചിതലോ അല്ലെങ്കിൽ ഈർപ്പോ ഒക്കെ കൊണ്ട് വല്ലാതെ നശിച്ചു പോകാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയധികം പത്രങ്ങൾ, ഇത്ര വൈവിധ്യങ്ങളായ പത്രങ്ങൾ വായിച്ചു തീർക്കുക എന്നതിലുപരി അവയെ സൂക്ഷിച്ചുകൊണ്ട് വെക്കുക, അത് അടുത്ത തലമുറയ്ക്ക് അതിൻ്റെ കുറച്ച് വിവരങ്ങൾ കാണാനുള്ള ആ ഒരു ഉദ്ദേശമാണോ ഇതിന് പിന്നിലുള്ളത്? അതെ. മറ്റൊരു തലമുറ എന്തായിരുന്നു? 15 വയസ്സായിട്ടുള്ള പത്രങ്ങൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ തലമുറ അറിയുക. ഇന്ദിരാഗാന്ധി മരിച്ച പത്രങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല. രാജീവ് ഗാന്ധി മരിച്ച പത്രങ്ങൾ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ ആകാംക്ഷയോടാണ് ആ പത്രങ്ങൾ നോക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, സുൽഫിക്കർ അലി ഭുട്ടോയുടെ മരണം, ഈ പത്രങ്ങൾ ഒത്തിരി അധികം ആൾക്കാർ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് വളരെയധികം ശ്രദ്ധേയമായ ഒരു പത്രമാണ് കേട്ടോ. അപ്പോത്തിക്കിരി എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തിരിക്കുന്ന ഒരു വൈദ്യന്റെ പരസ്യം കൊടുത്തിരുന്ന മലയാള മനോരമയുടെ ആദ്യത്തെ പതിപ്പ്, അല്ലേ? ഫസ്റ്റ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കളക്ഷനിൽ പെടുന്നതാണ്. പിന്നെ ഒട്ടേറെ അവാർഡുകൾ വാങ്ങിച്ച കളക്ഷനുള്ള ഒരു അമ്മയുടെയും 2000-ത്തിലേക്ക് മാറുമ്പോൾ, 2020-ാം നൂറ്റാണ്ടിലേക്ക് മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വലിയ അമ്മയുടെയും ഒരു പ്രായമേറിയ ഒരു അമ്മയുടെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ശൈശവവും പേർന്നൊരു ഫോട്ടോയൊക്കെ ഉള്ള പത്രങ്ങൾ. അങ്ങനെ സായിബാബയുടെ മരണം, സച്ചിൻ തെണ്ടുൽക്കറുടെ അല്ല, അതൊക്കെയാണ് കേട്ടോ. നമ്മൾ പല ആൾക്കാർ ചെറുപ്പക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. എത്ര മുഴുവൻ സമയം ലൈവായിട്ട് ക്രിക്കറ്റ് കണ്ട് ആസ്വദിച്ചതിന് ശേഷവും പിറ്റേന്ന് പത്രത്തിൽ അതൊന്ന് വായിച്ചാലേ എല്ലാവർക്കും ഒരു സുഖമാവില്ലേ? അതായത് വാർത്തയുടെ പൂർണ്ണത ഉണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ പത്ര വായനയിലൂടെയാണല്ലേ. ബാക്കി എങ്ങനെയൊക്കെ കണ്ടാലും പൂർണ്ണമായിട്ട് ഒരു സ്ഥാപിതമാകുന്നത് ഇതാണ്. ഇത് നമ്മൾ ഉറപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഇതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പത്രങ്ങളാണ്, കുറച്ച് പത്രങ്ങളുടെ ടൈറ്റിലുകൾ കണ്ടു, കുറേ അധികം വ്യത്യസ്ത രീതിയിലുള്ള ഹെഡിങ്ങുകളെല്ലാം കണ്ടല്ലേ. അപ്പോൾ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിങ്ങനെ
ഉള്ള ഈ പത്രം, ഇതുപോലുള്ള പത്രങ്ങൾ എവിടെ നിന്നാണ് ലഭ്യമാകുന്നത്? വെച്ചാൽ എല്ലാം ഒന്നും മുണ്ടക്കയത്ത് ഇറങ്ങുന്ന പത്രങ്ങളോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ മാത്രം ഒതുങ്ങുന്ന പത്രങ്ങളൊന്നുമല്ല. പുറത്തുനിന്നുള്ള പത്രങ്ങളുണ്ട്, കോഴിക്കോട് നിന്നൊക്കെ ഇറങ്ങുന്നത്. അതൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യാൻ? എനിക്ക് അബദ്ധവശാൽ ഈ പ്രസ് ക്ലബിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയ പ്രസ് ക്ലബിൻ്റെ ഡയറക്ടറി കിട്ടി. ആ ഡയറക്ടറിയിലുള്ള കോട്ടയം ജില്ലയിൽ സംസ്ഥാനത്തുള്ള എല്ലാ പത്ര നമ്പറുകളുടെയും ഉണ്ടായിരുന്നു. ഈ നമ്പറിൽ നിന്ന് ഞാൻ ബന്ധപ്പെട്ട് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു, പല ആൾക്കാർ എനിക്ക് കൊണ്ട് അയച്ചു തന്നു. ആ രീതിയിലും അതുപോലെ തന്നെ ഞാനൊരു സംഘടനയുടെ ഒരു ജില്ലയുടെ ഒരു ചെറിയ സ്ഥാനങ്ങളുണ്ട്. എന്ത് സംഘടനയുടെ? ഞങ്ങളുടെ റവന്യൂ സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് തിരുവനന്തപുരം മുഴുവൻ കാസർഗോഡ് വരെ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ ആ ബസ് സ്റ്റാൻഡ് നോക്കും. അതുപോലെ തന്നെയുള്ള സ്റ്റാൻഡ്, പത്രം ഇറങ്ങുന്ന സ്ഥാപനങ്ങളെ കുറിച്ച് അന്വേഷിക്കും. അവിടെ ചെന്ന് ഞാൻ കണ്ടിട്ടില്ലാത്ത പത്രങ്ങൾ വില കൊടുത്ത് മേടിക്കും. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ പഴയ പത്രങ്ങളും വീക്കിലികളും ഒക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കളക്ട് ചെയ്യാറുണ്ടോ? അവിടെ ഇതുവരെ പോയിട്ടില്ല. എറണാകുളത്ത് അധികം പോയിട്ടില്ല. തിരുവനന്തപുരം പോവും, കാസർഗോഡ്, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കിട്ടാറില്ല ഇങ്ങനത്തെ പത്രങ്ങളും ഈ ആനുകാലികങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. ഇതിന് ഈ കളക്ഷൻ അല്ലാതെ വാർത്താ വായന, അതിനെക്കുറിച്ച് എന്താണ് അതിനകത്തുള്ള ഒരു എക്സ്പീരിയൻസ്? എല്ലാ വാർത്തയും വായിക്കും അല്ലെങ്കിൽ വാർത്തകളെല്ലാം വായിക്കും? വാർത്തകൾക്കല്ല, വാർത്തകൾ ഇപ്പോൾ സ്പോർട്സ്, അതല്ലെങ്കിൽ കല, അങ്ങനെ തുടങ്ങുന്ന എല്ലാത്തരം വാർത്തകളും വായിക്കാനുള്ള വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ സ്പോർട്സിന്റെ പേജ്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം 10 പത്രം വായിക്കും. ആ പേജ് തന്നെ ഓരോ ഞാൻ പഞ്ചായത്ത് മുണ്ടക്കത്തെ വെസ്റ്റ് ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയിൽ എന്നും പോയി സ്ഥിരമായിട്ട് അവിടെ 1 മണിക്കൂർ ചെന്ന് ഇരുന്നിട്ട്. ഞാൻ നേരത്തെ ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു ജോലി കിട്ടിയിരുന്നത്. എനിക്ക് ഒരു 10 വർഷം അവിടെ ജാലയിലുണ്ടായിരുന്നു. ആ കടയിൽ ജോലി ചെയ്യുമ്പോൾ 1 മണിക്കൂർ സമയം വിശ്രമ ടൈമാണ്. ഈ സമയം പഞ്ചായത്തിൽ പോയി പത്രം വായിച്ചുകൊണ്ടാണ് ആ വിശ്രമം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഏകദേശം കൃത്യമായ കണക്ക് പറഞ്ഞാൽ എത്രത്തോളം പത്രങ്ങൾ, എത്രത്തോളം വൈവിധ്യങ്ങളായ പത്രശേഖരമുണ്ട്? 160 സൈസ് ഹെഡിങ് ഉള്ള മലയാള ദിനപത്രങ്ങളുണ്ട്. 160 ഹെഡിങ് ഉള്ള മലയാള ദിനപത്രങ്ങളുണ്ട്. ഓക്കെ. ഇതിൽ എല്ലാം തന്നെ ഈ പാർട്ടി പത്രങ്ങളല്ലാതെ ചില എന്താ പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന പത്രങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ ഇവിടെ കാണാൻ നമ്മളിത് കേൾക്കാത്തതാണെങ്കിൽ വർത്തമാനം, കേരളീയം, ദൂത്, അങ്ങനെ തുടങ്ങുന്ന തനിനിറം എന്നുള്ളത് പഴയ പത്രമാണ്. തനിനിറം, അങ്ങനെയുള്ള ഒട്ടേറെ പത്രങ്ങൾ നമുക്കിവിടെ കാണാൻ